അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. സ്നേഹപൂർവം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് പാദങ്ങളില്ല. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവും പ്രകാശവുമായ മിശിഹായെ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കാരുണ്യപൂർവം സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പും കരുണയുള്ളവരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, രോഗികളെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, വ്യതിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ
മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ പുരുഷൻ്റെ പുകഴ്ചയ്ക്കായി കർത്താവിൻ്റെ പാവനമായ ഈ ബലിയിൽ പങ്കുചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പരമമായ ഈ യാഗത്തിൽ വാടപ്പുറത്ത് പാപ്പു ജോർജ് സഹോദരൻ തൻ്റെ കുടുംബ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നികിത ജോർജ് ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ടും പള്ളിയിൽ ജോൺസൺ സഹോദരൻ ലഭിച്ച നന്മകൾക്ക് കൃതജ്ഞതയായി ഈ ബലിയിൽ നിയോഗം സമർപ്പിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഹിമ ദിപിൻ ദമ്പതികൾ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ടും തങ്ങളുടെ നിയോഗം പാവനമായ ഈ ബലിയിൽ അർപ്പിക്കുകയാണ്. ഇന്ന് ഈ ബലിയിൽ അണയുമ്പോൾ ഈ സഹോദരങ്ങളെയും ഇവരുടേതായ നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുവൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ ബലിയിലേക്ക് നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വർഗരാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. തനിക്ക് ഭൂമിയിൽ ഒരു നിലനിൽപ്പ് സാധ്യമാക്കിയ മനുഷ്യ സ്ത്രീയെ സ്വർഗത്തിൻ്റെ സ്വരത്തിന് സമ്മതം മൂടിയ ഒരമ്മയെ ലോകത്തിൻ്റെതായ നിയമങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഈ മണ്ണിലേക്ക് ഈ അമ്മ അഴിഞ്ഞു ചേർക്കാൻ അനുവദിക്കാതെ തൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോയ പുത്രനായ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടമണിയിക്കുന്നുണ്ട്. വലിയ മഹത്വത്തിൻ്റെ പ്രതീകമായ ഈ വലിയ നിറവേറലിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിത വഴികളിൽ തീർച്ചയായും ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കയറുന്ന ഒരിടമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമെന്ന്, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടെന്ന് നമുക്കറിയാം. ഇന്ന് കർത്താവിൻ്റെ പാവനമായ ഈ ബലിയിൽ അണയുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെയും ജീവിത നിയോഗങ്ങൾ പുത്രനായ ദൈവത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഇന്നത്തെ ഒരു അധ്വാനത്തിൻ്റെതായിട്ടുള്ള എല്ലാ കടുപ്പമേറിയ അവസ്ഥകളും തരണം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ നാം ആയിരിക്കുക. തീർച്ചയായും ശരീരം ക്ഷീണിതമാണ്. മനസ്സ് പല കാര്യങ്ങൾക്ക് പുറകെയാകാം, പലതും മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം. ഇനി ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചും നാളെയെക്കുറിച്ചുമുള്ള ചിന്തകളുണ്ടാകാം. എന്തു തന്നെയായാലും ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ അണയുമ്പോൾ നമുക്ക് വേണ്ടി ഈ അൾത്താരയിൽ എഴുന്നേണ്ടി വരുന്ന ഈശോനാഥൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുമ്പോൾ നമ്മെ കേൾക്കുന്ന, നമ്മെ കാണുന്ന കുറവുകളേറെ ഉണ്ടായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈ നല്ല തമ്പുരാൻ്റെ മുമ്പിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? കേവലം കാഴ്ചക്കാരായി ബലിയിൽ പങ്കുചേരുവാനല്ല, ഇതിലെ ഒരു അർപ്പകരായിട്ട് മാറാനായിട്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളായിരിക്കുന്നിടങ്ങളും ഈശോയിലേക്ക് സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. ഉള്ളിൻ്റെ ഉള്ളിലുയരുന്ന ചിന്തകളും തെളിയുന്ന രൂപങ്ങളും ഇനി പലതിനെക്കുറിച്ചുമുള്ള ആകുലതകളും ആവലാതികളും കർത്താവിൻ്റെ തിരുവൾത്താരയിൽ ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷിക ബലഹീനതയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ വളരെയധികമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഞാൻ നിങ്ങളും യോഗ്യരല്ല. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പശ്ചാത്താപത്തോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എൻ്റെ വലിയ
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർ
ഈശോയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവേൻ, കർത്താവിൻ്റെ നാമം സ്തുതിക്കുവേൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഭവിഷ്ഠനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് ദരിദ്രനെ കൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചാൽ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം.
അവൻ വലിയവനായിരിക്കും. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ അങ്ങേയറ്റം സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ,
ആകയാലാമോദമായി പാടി നാടുവാൻ സ്വർഗീയ ഗായകമാലാകമാ ദിവ്യപ്രതാപവാനേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ നമ്മൾ കർത്താവിൻ്റെ തിരുവനന്തപുരത്തിന് മുമ്പിലാണ് എന്ന വലിയ ബോധ്യത്തോടെ നമുക്കായിരിക്കും. 4 ചിറകുകളുള്ള മാലാഖമാര് 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖവും 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദങ്ങളും മറച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും വാഴ്ത്തി പാടുക. അത്രയേറെ ശക്തിയുള്ള ഈ മാലാഖമാര് പോലും ഇങ്ങനെ ദൈവമുഖം ദർശിക്കാതെ സ്തുതികൾ പാടുമ്പോൾ അയോഗ്യതകളേറെയുള്ള ഞാനും നിങ്ങളും കണ്ണുകൊണ്ട് കണ്ട് മലിനമായ കരം കൊണ്ട് ഈശോയുടെ ശരീരരക്തങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത്ര ഒരുക്കമില്ലാതിരുത്തിയിട്ടും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാനുള്ള കൃപ അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുന്നില്ലേ? വാശി പിടിക്കാനും അവകാശമായി ചോദിക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്ത് മേന്മയാണുള്ളത്? എന്നിട്ടും ബലഹീനരായ നാം ദൈവസന്നിധിയിൽ ഓടിയുണയുമ്പോൾ അവൻ നമ്മെ എത്രമാത്രം സ്നേഹത്തോടെയാണ് കേൾക്കുന്നത്. സ്വർഗമനുശാസിക്കുന്ന നിയമങ്ങൾ നിഴലിച്ചു നിൽക്കുമ്പോൾ കടുത്ത ശിക്ഷ ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കും. അവൻ എത്ര കാരുണ്യത്തോടെയാണ് അവൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് തിരുഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ലഭിച്ചതൊക്കെ അവൻ്റെ ഔദാര്യമാണെന്ന് തിരിച്ചറിയുക. അവൻ്റെ ഔദാര്യത്തിൽ പങ്കുപറ്റി മുന്നോട്ട് പോകുമ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല എന്ന ഒരു ഉറപ്പ് അവൻ നൽകുന്നുണ്ട്. എന്നിട്ടും എന്തുമാത്രം കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് നാം ആകുലാതിപ്പെടുന്നത്? എത്രമാത്രം കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ്റെ അരികിൽ നിന്ന് വഴുതി മാറാനായിട്ട് നാം കണ്ടെത്താറുള്ളത്? ഈ സായം സന്ധ്യയിൽ കർത്താവിൻ്റെ പാവനമായ ഈ ബലിയിൽ ഈശോയുടെ ശരീരവും രക്തവുമായി അവൻ ഈ അപ്പത്തെയും വീഞ്ഞിനെയും മാറ്റുമ്പോൾ കർത്താവെ ഒരു പിടി നിയോഗങ്ങളും കയറിയിട്ടാണ് ഇന്ന് ബലഹീനതയെങ്കിലും ഞങ്ങൾ നിന്റെ മുന്നിൽ നിൽക്കുന്നതെന്നൊരു പ്രാർത്ഥന. സ്വർഗത്തിൻ്റെ വലിയ നിറവിനാണ് സമർപ്പിക്കപ്പെടുന്ന ഈ ജീവിത നിയോഗങ്ങളൊക്കെ
നിറവാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടേതുമായിട്ടുള്ള വലിയ കൃപകൾ ലഭിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ചിന്തകളും തെളിഞ്ഞു വരുന്ന രൂപങ്ങളും ഈ അംഗത്തോടും വീഞ്ഞിനോടുമൊപ്പം സ്വർഗത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് നമ്മെ തന്നെ പാവനമായ ഈ അർപ്പണത്തിലേക്ക് പങ്കുചേർക്കാം. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വീണ്ടും വരുന്നതുവരെ അങ്ങേ നടന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർന്ന് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവൻ ലയോപനാമൻ ബാബയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷൻ അംബ്രോസ് മെത്രാനോടും എന്തെല്ലാം മെത്രാന്മാരോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവോണമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടിരുവണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. എന്റെ
ദിവ്യവിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ നാടിനെയും അറിയത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഐശാചിക
സന്നദ്ധയും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് കുരിശായ രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം, കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം, കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, അങ്ങ് മാനവപരിത്രാണത്തിനായി കുരിശാകുന്ന ത്യാഗവേദിയിൽ തന്നെ പരമയാഗമായി അർപ്പിച്ചുവല്ലോ. ജീവദായകമായ അങ്ങയുടെ കുരിശുമരണം വഴി ഞങ്ങളെ ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും മഹിമയിലേക്ക് ആനയിക്കണമേ. കുരിശിലൂടെയാണ് രക്ഷയെന്ന മഹാരഹസ്യം നിത്യം അനുസ്മരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിത്യം ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സമർപ്പണ പ്രാർത്ഥന. മനുഷ്യകുലത്തിന്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ കുരിശ് വഹിച്ച് കാൽവരിയായ യേശുനാഥ, അങ്ങയുടെ കുരിശുമരണം വഴി വേദനയുടെ വിലയും സഹനത്തിന്റെ മൂല്യവും രക്ഷയുടെ വഴിയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ക്രൂശിതനായ യേശുവേ, മരണത്തിന്റെ മുന്നിലും ധീരതയോടെ സഹിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് പിതാവായ ദൈവത്തോടുള്ള അതിരറ്റ സ്നേഹവും മനുഷ്യകുലത്തോടുള്ള അനന്തമായ കാരുണ്യവും രക്ഷകനായ ഈശോയെ, കുരിശിലെ മരണത്തിലൂടെ അങ്ങനുഭവിച്ച അപമാനവും പരിഹാസവും വേദനയും ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യവും ക്ഷമിക്കുന്ന സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഏകാന്തതയുടെ
കൃഷ്ണനായ യേശുവേ, വിനാശത്തിന്റെ കുടക്കാരിലും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ചാൽ ഞങ്ങളെ രക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്ന ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന്റെ ചിറകിൻ കീഴിൽ അമ്മയെ പ്രാർത്ഥന ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വാസത്തിലേക്കുള്ള വാതിലും വീതിയുള്ളതും വഴി വിസ്താരമാണെന്നും
വിശുദ്ധ കുരിശിനും പുകഴ്ച ഉണ്ടാവുകയാണ്. എൻ്റെ ഭർത്താവിന് ജോലി സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ വിശുദ്ധ കുരിശിന് കൃതജ്ഞത എഴുതുകയാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ട്രാൻസ്ഫർ ലഭിച്ചു. കൃതജ്ഞത എഴുതുവാൻ വൈകിയതിൽ ക്ഷമാപണം നടത്തുന്നു. എന്നാൽ ഒരു വിശ്വാസം വിശുദ്ധ കുരിശിന് ഒരായിരം നന്ദിയുടെ വാടാമലകൾ അർപ്പിക്കുന്നു. വിശുദ്ധ കുരിശിനോട് എനിക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കുരിശിൻ്റെ ശക്തിയാൽ ഞാൻ പഠിച്ച കോഴ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ കഴിഞ്ഞു. എനിക്ക് വന്ന ഇൻ്റർവ്യൂ മുതൽ വിസ സ്റ്റാമ്പിംഗ് വരെ വിശുദ്ധ കുരിശ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നടത്തി തരികയും ചെയ്തു. ആയിരം നന്ദി അർപ്പിക്കുന്നു എന്നവിടുത്തെ എളിയ മകൾ. വിശുദ്ധ കുരിശിനും പരിശുദ്ധമയ്ക്കും നന്ദി, സ്തുതി, ആരാധന. എൻ്റെ ബ്രസ്റ്റിൽ ഒരു കടിപ്പും അതിൽ നിന്ന് പഴുപ്പും ചോരയും വരുമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ മാമോഗ്രാഫി എടുക്കാനും സ്കാൻ ചെയ്യാനും പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധ കുരിശിൻ്റെ നടയിൽ വന്ന് കണ്ണീരോടെ ഞങ്ങളെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി റിസൾട്ട് വന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ കാൽസ്യം അടിഞ്ഞതാണെന്നും മരുന്ന് കഴിക്കേണ്ട, എക്സസൈസ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ വിശുദ്ധ കുരിശിനും പരിശുദ്ധാമയ്ക്കും നന്ദി. എന്നാൽ എളിയ മകൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ വലിയ മധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭർത്താവിൻ്റെ മദ്യപാനികളായ എല്ലാ മക്കൾക്കും മാനസാന്തരം ലഭിക്കുവാനും ഭർത്താവിനുണ്ടായ ഭർത്താവ് ഞായറാഴ്ചക്കുമായി എടുക്കുവാനും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. പ്രാർത്ഥന നമ്മളുടെ പ്രാർത്ഥനയെ വിശുദ്ധ കുരിശിൽ ഏൽപ്പിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയിൽ സ്ഥിരത ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാ വിശുദ്ധ കുരിശിൻ്റെ വലിയ മധ്യസ്ഥതയിൽ ഏർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായി ദീർഘനീണ്ട ഭക്ഷണവും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വാഴപ്പുറത്ത് ആപൂർച്ചോദിന്റെ കുടുംബ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ടാണ്. നിഹിതാർത്ഥത്തിന് ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വലിയ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക്
വിശുദ്ധ കുരിശിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പള്ളിയിൽ ജോൺസൺ കുടുംബ നിയോഗത്തെ കൃതജ്ഞതയെ വിശുദ്ധ കുരിശിനെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഹിമാദിബിൻ ദമ്പതികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എസ്രാമയ്യാനെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും വിശുദ്ധ കുരിശിൻ്റെ വലിയ കൃപയ്ക്കായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടിലിങ്കൽ കാൻസൻ ആൽവിൻ ജോലി കിട്ടിയതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംഭാവനയായി 3500 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. നന്ദി പറയുന്നു. വിശുദ്ധ കുരിശിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ മുത്തേടത്ത് ലൂയിസ് പ്രജാപതിക്ക് വേണ്ടി 2500 രൂപ നൽകിയിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ വിജയ പ്രാർത്ഥിക്കാം. പെരുന്നാൾ വെള്ളിയാഴ്ച തിരുവല്ലിയും നേർച്ച ഭക്ഷണത്തിനും ആരോഗ്യം ഏറ്റെടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് തരുവാനായിട്ട് ഓർമ്മിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മധ്യസ്ഥ പ്രാർത്ഥന. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഞങ്ങളെ ജീവിതത്തിലെ എല്ലാത്തരം കുരിശുകളും വഹിക്കുവാൻ ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആശ്വാസവും അഭയവുമായി എന്നും അവരെ സുഖപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന രോഗികളെ അങ്ങയുടെ സുഖമായ ശക്തിയാൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യസഹജമായ രോഗത്താലും ബന്ധങ്ങളാലും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളുടെ ബന്ധമിത്രാദികൾ, മാതാപിതാക്കൾ എന്നിവരെ അങ്ങയുടെ സജീവമായ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തുകയും അവരുടെ ശേഷിച്ച ജീവിതം അങ്ങയുടെ വരദാനങ്ങളാൽ ധന്യമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവിധ കാരണങ്ങളാൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ ഭാവി ജീവിതം അങ്ങയുടെ സ്നേഹപൂർവമായ പ്രസാദത്താൽ ഓടിയുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ മാതാപിതാക്കളും മക്കളും അവരുടെ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് കുടുംബജീവിതം കുടുംബത്തിന്റെ മാതൃകയും പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും അംഗീകരിച്ചും ആദരിച്ചും ജീവിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ വിളനിലമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനത്തിന് ഏറ്റവും പ്രിയങ്കരനും ആശാകേന്ദ്രവുമായ ഈശോയെ, സ്ഥിരമായ ജോലിയില്ലാതെ നിരാശരായി കഴിയുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടമായ കർത്താവേ, ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ഉത്സാഹവും നൽകി വിവേകത്തിലും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എല്ലാവരുടെയും ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിക്കാൻ നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ വലിയ സംരക്ഷണത്തിനായിട്ട് കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വിശുദ്ധ കുരിശിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പെരുന്നാൾ ദിനങ്ങളെ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുവാൻ
എന്നോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തീർക്കുവാൻ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ സന്ധിസ്ഥത അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ലഭിച്ച് പ്രാർത്ഥിച്ച ജെയിംസ് എന്ന ദൈവത്തിൻ്റെ കൃപ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും നിറവിടമായ ഈശോയെ, നമ്മുടെ ജീവിതയാത്രയിൽ കുരിശുമായി നേടുമ്പോൾ താഴ്ന്നു പോകാതിരിക്കുവാൻ ഞങ്ങളെ കാണണമേ. ജീവിതത്തിലെ എല്ലാ കുരിശുകളും സഹനങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാനും അവ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവയാണെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുവാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. വിശുദ്ധ കുരിശിന്റെ ആശീർവാദ പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ രക്ഷാകരമേടയാളത്താൽ സർവശക്തനായ ദൈവം എന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നിങ്ങളെ മുദ്രിതരാക്കട്ടെ. നിങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വൈശാഖിക ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ കാവൽമാലാഭമാരെ അയക്കട്ടെ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ. എല്ലാവിധ വൈശാഖിക ശക്തിയുടെ ബന്ധനങ്ങളും നാരകീയ ശക്തിയുടെ കോട്ടകളും തകർന്നു പോകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളും ഭവനത്തിന്റെ നാഗരികളും വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഉദ്ധിതമാക്കപ്പെടട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇവിടെ സന്നിഹിതരായ നിങ്ങളെ എല്ലാവരെയും വിശുദ്ധ കുരിശിനാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ കുടുംബങ്ങളിലും ഉദ്യോഗങ്ങളിലും പ്രാർത്ഥനകളിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. ആരാധനയോട് ഏതാനും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകുന്ന രീതിയിൽ നമുക്ക് ഇരിക്കുവാനും
ചെറു വെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിശ്വനാഥൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ അൾത്താരയിൽ എഴുതി വരിക. ഇതുപോലൊരു ദൈവം നമ്മുടെ നാഥനും രക്ഷകനുമായി കൂടെയുള്ള ഒരു ജനം വേറെ ആരാണുള്ളത്? ഏതൊരു കാര്യത്തിലും വ്യക്തമായ ഉത്തരവുള്ള ഒരു നല്ല ദൈവം നമ്മുടെ ജീവിതത്തിലെ നാം ഉയർത്തുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഈ ചെറുവപ്പത്തിലായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉടയവനായ തമ്പുരാൻ ഒരു ഉത്തരമുണ്ട്. സർവജനാചരണങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ നല്ല തമ്പുരാന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊന്ന് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും പ്രാർത്ഥനകളും ചിലതിനെ കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും അതൊക്കെ ഓർത്തെടുത്ത് ബോധപൂർവം ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കുഞ്ഞുകാല അനുഭവത്തിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നനവുള്ള ഓർമ്മയുണ്ട്. ഓടിയോ വന്ന് കൈയും കാലും തളർന്ന് ശരീരവികൃതമായ ഒരു പെണ്ണൽ നിർബന്ധ ബുദ്ധിയോട് ഈ പെണ്ണളെ ആഘോഷങ്ങളിലേക്കും ആരവങ്ങളിലേക്കും പെരുന്നാളുകളിലേക്കും കൊണ്ടുപോകുന്ന രണ്ട് ചേട്ടന്മാർ. മകളെ കൊണ്ടുപോകേണ്ടത് താനാണ് എന്ന് സ്നേഹശാഠ്യം പിടിക്കുന്ന ഒരമ്മ ഈ മകളെ കയറി അമ്മ നടക്കുന്ന കാഴ്ച എല്ലാ ദിവസവും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരുന്നു. ചില സമയങ്ങളിൽ കിതച്ചും അല്പമൊന്ന് നിന്നും വിയർത്തും ഈശോ കാൽവരിയിലേക്ക് കുരിശുമായി പോയ ആ വലിയൊരനുഭവത്തെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ ഈ അമ്മ തൻ്റെ മകളെയും ചുമന്നുകൊണ്ടാണ് ഓരോ ദിവസവും തൻ്റെതായിട്ടുള്ള ഉദ്യമങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഈ അമ്മയുടെ കൂട്ടുകാരികൾ ഈ അമ്മയോട് കാണുമ്പോഴൊക്കെ ചോദിക്കും, വലിയ ഭാരമാണല്ലേ എന്ന്. ചിരിച്ചുകൊണ്ട് അമ്മ തൻ്റെ കൂട്ടുകാരികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാരമല്ല, ഇതെന്റെ മകളാണ്. ഭാരമല്ല, ഇതെന്റെ മകളാണ്. പിന്നീട് സെമിനാരിയിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഒരു ചിത്രം കണ്ടതായിട്ട്, ഒരു ഫോട്ടോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. തളർവാദം വന്ന അനുജനെ ഇങ്ങനെ തോളിൽ താങ്ങി പിടിച്ച് നടന്നു പോകുന്ന നമ്മെ ശോഭിച്ച ഒരു ചേട്ടൻ. അതിനപ്പുറത്തായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഇത് ഭാരമല്ല, കാരണം ഇതെന്റെ സഹോദരനാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ കുറിച്ച് ഈ സായസന്ധ്യയിൽ നമുക്കൊന്ന് ധ്യാനിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കാം. കുടുംബ ബന്ധങ്ങളില്, കുടുംബത്തിന്റെ അകത്തളങ്ങളില് ചിലരെങ്കിലും ഒരു ഭാരമായി ഞാൻ കരുതുന്നുണ്ടോ എന്ന് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. കടുപ്പമേറിയ ഒരു വിഷമഘട്ടത്തിൽ അറിയാതെയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഈ വിഷമമുണ്ടാക്കുന്ന ഈ വ്യക്തി, ഭാരമായി എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഈ വ്യക്തി ഒന്നില്ലാതായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. ചിലപ്പോൾ ചിലരുടെയൊക്കെ പ്രിയമുള്ളവർ മരിച്ചു പോയിട്ടുണ്ടാകും. പ്രിയമുള്ളവർ കൂടെയുണ്ട്. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. നാളെ പുലരിയിൽ നാം ഈ ഭാരമെന്ന് കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ, അയാളെ മരണം തട്ടിയെടുക്കുകയാണ്
എൻ്റെ അവസ്ഥ എന്താകും? അടിമുടി ഉടഞ്ഞു പോകും എന്നുള്ളതാണ് വാസ്തവം. വീട്ടിൽ എന്നും പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭർത്താവ്, നന്നെ വിഷമിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം, ഈ സഹോദരനെ മരണപ്പെട്ട് കഴിഞ്ഞ് സുന്നത്തേരിയിൽ അടക്കം ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോടൊന്നില്ലാതെ ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. ദൈവമേ, ഇനി പൂർണ്ണമായൊരു സ്വാതന്ത്ര്യത്തോടെ തല്ലുപിടിക്കാനും സ്നേഹിക്കാനും ഇനി ചേർത്ത് പിടിക്കാനും എനിക്ക് ആരുമില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പ്രിയമുള്ളവരുണ്ട്. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ. ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ ഈ പ്രിയമുള്ളവരൊക്കെ ഒരു ഭാര അനുഭവമായിട്ട് നാം ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ രഹസ്യം, അവർ ഭാരമല്ല, നമ്മുടെ ഭാരം താങ്ങികളാണ്. അവരുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. ഈ സായം സന്ധ്യയിൽ വളരെ കുറച്ചു നേരം മാത്രം തിരുവോസ്തിനാഥന്റെ മുന്നിൽ ഇങ്ങനെ ആരാധനാപൂർവം നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളായി കരുതുന്ന നമ്മുടെ പ്രിയമുള്ളവര് ഈശോയിലേക്ക് തന്നെ ഒന്ന് സമർപ്പിക്കുക. തീർച്ചയായും ദൈവം ഈ പ്രിയമുള്ളവരെ ഉടയവനായി തിരിച്ചെടുക്കുന്ന വേളയിൽ അടിമുടി ഉടഞ്ഞു പോകുന്നത്, ഉലഞ്ഞു പോകുന്നത് നാം ആണെന്ന വലിയ ബോധ്യത്തോട് ഈ പ്രിയമുള്ളവരൊന്നും എൻ്റെ ഭാരങ്ങളല്ല എന്ന് കർത്താവിനോട് തന്നെ ഏറ്റുപറയുക. ഒരുപക്ഷെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും വന്നു ചേർന്നിട്ടുള്ള ദുരനുഭവങ്ങൾ, വേദനാജനകമായ അവസ്ഥകൾ, ദുരവസ്ഥകൾ വളരെ വലുതായിരിക്കും. എന്നിരുന്നാലും കർത്താവേ, നീ എനിക്ക് നൽകിയ ഈ പ്രിയമുള്ളവർ അത് ഭാരങ്ങളല്ല, എൻ്റെ അപ്പനാണ്, അമ്മയാണ്, ജീവിത പങ്കാളിയാണ്, മക്കളാണ്, സഹോദരങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് ആഴപ്പെടുവാനും സ്നേഹപൂർവ്വം അവരെ ചേർത്ത് പിടിക്കാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയുടെ അനുഗ്രഹം നാം ഏറ്റുവാങ്ങുകയാണ്. ആരാധനയുടെ ആദ്യമേ നാം ആലപിച്ച സമർപ്പണത്തിൻ്റെ ആ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട്, കർത്താവേ, ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയമുള്ളവരെയും ഒരുപാട് അയോഗ്യതകളുള്ള ഞങ്ങളുടെ ഈ ജീവിതത്തെ ഞാൻ ഭാരങ്ങളായും എൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകളായി കണ്ടുന്ന എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയമുള്ളവര്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നിന്നിലേക്ക് തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയുള്ള കരത്താലും ദൃഷ്ടിയാലും എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കണമേ എന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയമുള്ളവരുടെ ജീവിതത്തിലും വന്നുപോയ കുറവുകൾ കഴുകി വെടിപ്പാക്കണമേ എന്ന്. അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു തീരത്തേക്ക് ഞാനും എൻ്റെ കുടുംബവും എത്തപ്പെടുവാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാം. കുട്ടികളിൽ നിന്ന് കരങ്ങൾ തൂക്കി കണ്ണുകളടച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയമുള്ളവരെയും എന്തൊക്കെയാണോ ഈശോയിലേക്ക് സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതൊക്കെയും സമർപ്പിച്ചുകൊണ്ട് ഗാനസംഘം ആലപിക്കുന്ന സമർപ്പണത്തിന്റെ ഈരടികൾ ഏറ്റുപാടി, കർത്താവേ, നീ അനുഗ്രഹിക്കണമേ എന്ന്. നീ ആലയത്തിലേക്ക് ഞാൻ നടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം അത് നീ ലഘൂകരിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ ഒരു അനുഭവം നൽകണമേ എന്ന പ്രാർത്ഥനയോട് എൻ്റെ കൃപയാൽ നിറയ്ക്കണമേ
സ്വീകരിക്കണമേ.